നമുക്കറിയാം, അങ്കണവാടികളിലെ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഒന്നാണ് വളർച്ചാ നിരീക്ഷണം. നമ്മളെ പരിധിയിലുള്ള മുഴുവൻ കുട്ടികളെയും, അതായത് 0 മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികളുടെയും വളർച്ചാ നിരീക്ഷണം മാസത്തിൽ നിർബന്ധമായിട്ടും രേഖപ്പെടുത്തേണ്ടതുണ്ട്. ഈ രേഖപ്പെടുത്തിയെടുത്ത എല്ലാ ഹൈറ്റും വെയ്റ്റും കൃത്യമായി പോർഷൻ ട്രാക്കറിൽ യഥാസമയം തന്നെ രേഖപ്പെടുത്തണം. അപ്പോൾ ഇത്തരത്തിൽ പോർഷൻ ട്രാക്കറിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രവർത്തനമാണ് ഈ ഗ്രോത്ത് മോണിറ്ററിംഗ് അഥവാ വളർച്ചാ നിരീക്ഷണം. ആ കുട്ടിയുടെ കൃത്യമായിട്ടുള്ള ഹൈറ്റും കൃത്യമായിട്ടുള്ള വെയ്റ്റുമാണ് നമ്മൾ ആദ്യം നമ്മളുടെ മെഷറിംഗ് എക്യുപ്മെൻറ്റ്സ് വഴി തനത് മാസത്തിലെ വിവരശേഖരണം കൃത്യമായി അളന്നെടുക്കുന്നത്. അതിനുശേഷമാണ് നമ്മൾ പോർഷൻ ട്രാക്കറിലേക്ക് ഇത് രേഖപ്പെടുത്തി വരുന്നത്. നിർബന്ധമായിട്ടും ഓരോ കുട്ടികളെയും സെപ്പറേറ്റ് ആയിട്ട് തന്നെയാണ് നമ്മൾ ഇതിനകത്ത് രേഖപ്പെടുത്തുന്നത്. അപ്പോൾ പുതുതായി വന്നിട്ടുള്ള ടീച്ചർമാരും അല്ലെങ്കിൽ നിലവിലുള്ള ടീച്ചർമാരും പുതുതായി വന്ന അപ്ഡേഷൻ പ്രകാരം എന്തൊക്കെയാണ് ഗ്രോത്ത് മോണിറ്ററിങ്ങിൽ വന്ന മാറ്റം, അതിൽ ഏത് രൂപത്തിലാണ് നമ്മൾ രേഖപ്പെടുത്തേണ്ടത്, അല്ലെങ്കിൽ ഗ്രോത്ത് മോണിറ്ററിങ്ങിൽ ഇപ്പോൾ തടസ്സം നിൽക്കുന്ന ഭാഗങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കണം. അപ്പോൾ സാധാരണ നമ്മൾ വളർച്ചാ നിരീക്ഷണം നടത്തുന്നത് ഒരു മാസത്തിനുള്ളിൽ 25-ാം തീയതി ആകുമ്പോഴത്തേക്കൊക്കെ നമ്മൾ ഒരു 90% കൂടുതൽ കുട്ടികളുടെ വളർച്ചാ നിരീക്ഷണം രേഖപ്പെടുത്തി പൂർത്തിയായിട്ടുണ്ടാവും. അപ്പോൾ ഇത്തരത്തിൽ പൂർത്തിയാക്കിയ ഗുണഭോക്താക്കളുടെയും ഒപ്പം ഇനി പെൻഡിംഗ് ഉള്ള ഗുണഭോക്താക്കളായിട്ടുള്ള കുട്ടികളുടെയും ഡീറ്റെയിൽസ് നമുക്ക് എളുപ്പത്തിൽ തന്നെ നമ്മുടെ ഡാഷ്ബോർഡ് ഉപയോഗപ്പെടുത്തി കാണാൻ സാധിക്കും എന്നുള്ളതാണ്. ഈ ഡാഷ്ബോർഡ് എന്ന് പറയുന്നത് തന്നെ നമുക്കൊരു ചുരുക്കം ചെറു പട്ടികയായിട്ട് നമുക്ക് നമ്മുടെ മുന്നിൽ പെട്ടെന്ന് കാണാനും ആരാണെന്ന് പെട്ടെന്ന് ഒറ്റ ക്ലിക്കിലൂടെ മനസ്സിലാക്കാനും ഉതകുന്ന ഒരു സംവിധാനമാണ് പോർഷൻ ട്രാക്കറിലേക്ക് സെറ്റ് ചെയ്തിട്ടുള്ളത്. അത് നമുക്കറിയാം, ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്ത ഉടനെ തന്നെ ഇത്തരത്തിലൊരു പേജ് കാണുമല്ലോ. അതിന് താഴെ കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ ട്രാക്ക് യുവർ പെർഫോമൻസ് ഫോർ ദ മന്ത് എന്ന് പറയുന്ന ഈ ഭാഗം കാണാം. അവിടെ ഡാഷ്ബോർഡ് എന്ന് കാണാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് നമ്മുടെ ഹോം വിസിറ്റിനെ കുറിച്ചും ഗ്രോത്ത് മോണിറ്ററിങ്ങിനെ കുറിച്ചും അതിലെത്ര സാം മാം ഉണ്ട്, ഇതൊക്കെ കറൻറ്റ് മന്തിലെ ഡീറ്റെയിൽസാണ് വരിക. ഇപ്പോൾ നമ്മൾ ജൂലൈ മാസത്തിലെ അവസാന ദിവസത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ തന്നെ ലോ ബർത്ത് വെയിറ്റ്, ഈ മാസത്തിൽ ഏതെങ്കിലും അത്തരത്തിൽ ലോ ബർത്ത് വെയിറ്റ് ഉണ്ടോ എന്നുള്ളതാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ ആ ഭാഗത്ത് കാണും. അതേപോലെ തന്നെ സാം, ഇതെല്ലാം വളർച്ചാ നിരീക്ഷണം പൂർത്തിയാക്കി കഴിയുമ്പോഴാണ് ഈ സാം ആൻഡ് അണ്ടർ വെയിറ്റ് എന്ന് പറയുന്ന ഈ ഭാഗത്ത് വരിക. ഇപ്പോൾ ഇവിടെ ടീച്ചർ അണ്ടർ വെയിറ്റ് ചിൽഡ്രൻ 4 എന്ന് കാണുന്നുണ്ട്. അത് നമുക്ക് പ്രധാനമായിട്ട് ഇപ്പോൾ നമ്മൾ പോകുന്നത് ഗ്രോത്ത് മോണിറ്ററിങ്ങിൻ്റെ ഭാഗമാണ്. ഇവിടെ ജൂലൈ എന്ന് കണ്ട്, അതായത് തനത് മാസത്തിലെ വളർച്ചാ നിരീക്ഷണത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അവിടെ ഈ മെഷർമെൻറ്റ്സ് ടേക്കൺ എന്ന് കാണുന്നുണ്ടല്ലേ, അവിടെ 32 എന്ന് കാണുന്നുണ്ട്. അത് ടീച്ചർക്ക് ടോട്ടൽ 35 കുട്ടികളുണ്ട്. അതിൽ 32 കുട്ടികളുടെയും ടീച്ചർ വളർച്ചാ നിരീക്ഷണം രേഖപ്പെടുത്തി. അതായത് 98% ടീച്ചർ ഈ മാസം വളർച്ചാ നിരീക്ഷണം ഈ നേരം കൊണ്ട് രേഖപ്പെടുത്തി എന്നുള്ളതാണ്. അവിടെ 32 എന്ന് കാണുന്നത്, പെൻഡിങ് അവിടെ 3 എന്ന് കാണുന്നുണ്ട്. ഇവിടെ മെഷർമെൻറ്റ് ടേക്കൺ എന്നുള്ള കാണുന്ന ഭാഗം ക്ലിക്ക് ചെയ്യുമ്പോഴോ അവിടെ നോക്കുക, ഇത്രയും കുട്ടികളുടെ ടീച്ചർ വളർച്ചാ നിരീക്ഷണം രേഖപ്പെടുത്തി. അത് നമുക്ക് ഇവിടെ അവരുടെ കുട്ടിയുടെ ഹൈറ്റും വെയിറ്റൊന്നും ഇവിടെ കാണാൻ പറ്റില്ല. തൊട്ട് അപ്പുറത്തെ ഭാഗം നോക്കുക, പെൻഡിങ് എന്ന് കാണുന്നുണ്ട്. ഇവിടെ ടീച്ചർക്ക് ഇനി 3 കുട്ടികളെ വളർച്ചാ നിരീക്ഷണം രേഖപ്പെടുത്താനുണ്ട് എന്നുള്ളതാണ്. അക്ഷിത, ആ കുട്ടിയുടെ വയസ്സ്, ആ വയസ്സറിഞ്ഞാൽ തന്നെ നമുക്കറിയാം ഏത് കാറ്റഗറിയാണെന്ന്. ഇതൊക്കെ 6 to 3 കുട്ടികളാണ്. അപ്പോൾ ടീച്ചർ ആ കുട്ടിയുടെ ഹൈറ്റും വെയിറ്റും എടുത്തു. അത് ഇനി രേഖപ്പെടുത്തുന്നത് ഇവിടെ ഈ മെഷർ എന്ന് കാണുന്ന ഈ ഭാഗം ശ്രദ്ധിക്കുക. ഈ ഭാഗത്താണ് ടീച്ചർ ക്ലിക്ക് ചെയ്യേണ്ടത്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ആ കുട്ടിയുടെ പേഴ്സണൽ പ്രൊഫൈൽ പേജാണ് ഓപ്പൺ ആയിട്ട് വരിക. ഈ ഭാഗത്താണ് കുട്ടിയുടെ ഹൈറ്റും വെയിറ്റും രേഖപ്പെടുത്തുക. ഒപ്പം തന്നെ ടീച്ചർക്ക് കഴിഞ്ഞ മാസത്തിലെ ആ കുട്ടിയുടെ വളർച്ചാ നിരീക്ഷണം നോക്കാൻ സാധിക്കുന്ന രീതിയിലാണ് പോർഷൻ ട്രാക്കർ ഇപ്പോൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ പ്രീവിയസ് റീഡിംഗ് എന്ന് കാണുന്നത് നോക്കാം, 30 ജൂൺ, അതായത് 30-ാം തീയതിയാണ് കഴിഞ്ഞ മാസം ആ കുട്ടിയുടെ വളർച്ചാ നിരീക്ഷണം ടീച്ചർ നടത്തിയത്. അന്ന് ഹൈറ്റ് 65 ഉണ്ടായിരുന്നു, വെയിറ്റ് 7 കിലോ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതും കൂടി ഒറ്റ നോട്ടത്തിൽ തന്നെ ടീച്ചർക്ക് ഇപ്പോൾ അറിയാൻ സാധിക്കും ആ കുട്ടിയുടെ ഇപ്പോഴത്തെ വളർച്ചാ നിരീക്ഷയിൽ വല്ല പ്രോഗ്രസ് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത്. അപ്പോൾ ടീച്ചർ എടുത്ത ഹൈറ്റും വെയിറ്റും ഇവിടെ രേഖപ്പെടുത്തുന്നു. അപ്പോൾ അവിടെ ഹൈറ്റ് നോക്കിയിട്ട് ടീച്ചർക്ക് കിട്ടിയത് ഇപ്പോൾ 65-ഉം വെയിറ്റ് എന്ന് പറയുന്നത് ടീച്ചർക്ക് ഇപ്പോൾ 8 ആയി. അപ്പോൾ ഇത്തരത്തിൽ വെയിറ്റും രേഖപ്പെടുത്തിയതിന് ശേഷം ഇവിടെ പ്രൊസീഡ് എന്ന് കാണുന്ന ഭാഗം ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഒരു കൺഫർമേഷൻ മെസ്സേജ് വരും. ഈ കൺഫർമേഷൻ മെസ്സേജ് കൊടുക്കുന്നതിൻ്റെ കാരണം ടീച്ചർമാർ കൃത്യമായി മനസ്സിലാക്കുക. നിങ്ങൾ നേരത്തെ കൊടുത്തിട്ടുള്ള, അതായത് തൊട്ട് മുന്നേ കൊടുത്തിട്ടുള്ള ഹൈറ്റും വെയിറ്റും യഥാർത്ഥത്തിൽ കറക്റ്റ് തന്നെയാണോ എന്ന് ഒന്നുകൂടെ ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ഒരു കൺഫർമേഷൻ മെസ്സേജ് അവിടെ കൊടുക്കുന്നത്. അവിടെ നോക്കുക, ഒന്നുകൂടെ പറയുന്നുണ്ട്, പ്ലീസ് ചെക്ക് ദ ഇൻഫർമേഷൻ തറലി
ത്രൂ സബ്മിറ്റിംഗ്. ഒന്നുകൂടെ ഉറപ്പിച്ച് നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ കൊടുത്ത ഹൈറ്റ് ഇന്നതാണ്, കൊടുത്ത വെയിറ്റ് ഇന്നതാണ്, അത് കൃത്യമാണ് എന്ന് ഉറപ്പിക്കാമോ എന്നുള്ളതാണ് വീണ്ടും ചോദിക്കുന്നത്. ഇത് നമുക്ക് പെട്ടെന്ന് കയ്യബദ്ധത്തിൽ വൺ ടൈം സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് ഈ മാസത്തിൽ ആ കുട്ടിയുടെ ഹൈറ്റും വെയിറ്റും തിരുത്താനേ കഴിയില്ല. അതിനോടൊപ്പം തന്നെ തെറ്റായിട്ടുള്ള ഇൻഫർമേഷനാണ്, അതായത് ഹൈറ്റും വെയിറ്റാണ് കൊടുത്തതെങ്കിൽ ആ കുട്ടി സാമിലോട്ടോ മാമിലോട്ടോ അണ്ടർ റൈറ്റിലോട്ടോ അങ്ങനെ ഗുരുതരമായിട്ടുള്ള പോഷകാഹാരക്കുറവുള്ള മേഖലയിലേക്ക് പോകുന്ന സാഹചര്യം വരും. അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ കൺഫർമേഷൻ മെസ്സേജ് അവിടെ കൊടുക്കുന്നത്. അപ്പോൾ അത് കൃത്യമല്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവിടെ ടീച്ചർ ക്യാൻസൽ എന്ന് കൊടുക്കണം. അപ്പോൾ ധൃതിയിൽ കുറച്ചുകൂടി ബേജാറ് പിടിച്ചുകൊണ്ട് ടീച്ചർമാർ ചെയ്യുന്നത് ഒഴിവാക്കുക. സാധാരണഗതിയിൽ അവസാന നിമിഷം വരെ വെച്ച്, ഇപ്പോൾ 31 ഇന്ന് തീയതി, കുറേ 18-30 കുട്ടികളുടെ ഹൈറ്റും വെയിറ്റ് എടുത്ത് ടീച്ചർ രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. ഇതെല്ലാം അവസാന നിമിഷം കൊണ്ടിരുന്ന് എൻ്റർ ചെയ്യുന്ന സമയമാണ് ഇത്തരത്തിൽ തെറ്റുകൾ സംഭവിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരുപാട് സാം കുട്ടികളും മാം കുട്ടികളും കടന്നു വരും. യഥാർത്ഥത്തിൽ അവർ സാമായ മാമായിട്ടുള്ള കുട്ടികളോ അല്ല എന്നുള്ളത് നമുക്കറിയാം. പക്ഷേ ഇത്തരത്തിൽ ഒരു കയ്യബദ്ധം അല്ലെങ്കിൽ ഈ സ്പീഡിൽ ചെയ്യുന്നത് കൊണ്ടുണ്ടാകുന്ന പ്രശ്നമാണ്. അപ്പോൾ അത് മറികടക്കുന്നതിന് വേണ്ടി നമ്മൾ ടീച്ചർമാർ എപ്പോഴാണോ കുട്ടിയുടെ ഹൈറ്റും വെയിറ്റും എടുക്കുന്നത് അതേ സമയം തന്നെ പോഷൻ ട്രാക്കറിൽ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഇത്തരത്തിൽ ഹൈറ്റും വെയിറ്റും രേഖപ്പെടുത്താൻ കഴിയുമെന്നുള്ളതാണ്. അപ്പോൾ ഈ രീതിയിലാണ് നിങ്ങൾ ഒരു ഹൈറ്റും വെയിറ്റും ഒരു കുട്ടിയുടെ നമ്മളെ പോഷൻ ട്രാക്കർ ഉപയോഗപ്പെടുത്തി രേഖപ്പെടുത്തേണ്ടത്. ഇതുപോലെ തന്നെ നമുക്ക് ആ കുട്ടിയുടെ പ്രൊഫൈൽ പേജിലോട്ടൊന്ന് പോവാം. അതായത് നമ്മൾ ബെനിഫിഷ്യറി ടാബ് ഒന്ന് ആദ്യം ക്ലിക്ക് ചെയ്യണം. ഇവിടെ ബെനിഫിഷ്യറി ടാബ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് 6 മുതലേ കുട്ടിയുടെ കാറ്റഗറി സെലക്ട് ചെയ്തിട്ട് ഒരു കുട്ടിയുടെ ഡീറ്റെയിൽ എടുക്കുകയാണ്. അപ്പോൾ ഈ കുട്ടിയുടെ നേരെ കാണുന്ന 3 ഡോട്ട് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ ഗ്രോത്ത് മോണിറ്ററിംഗ് എന്ന് കാണുന്നില്ലേ, ഈ ഭാഗം ക്ലിക്ക് ചെയ്യുക. ഈ ഭാഗത്ത് വന്നാലും ടീച്ചർക്ക് ആ കുട്ടിയുടെ ഹൈറ്റും വെയിറ്റും രേഖപ്പെടുത്താം. നമ്മൾ നേരത്തെ നോക്കിയതുപോലെ തന്നെ 30 ജൂലൈയിലാണ് കഴിഞ്ഞ മാസം ആ കുട്ടിയുടെ ഹൈറ്റും വെയിറ്റും ടീച്ചർ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. കൃത്യമായിട്ട് അതിൽ കാണാൻ കഴിയും. എന്നാൽ നിലവിൽ 31 ജൂലൈ 2025 ഇന്നത്തെ ഡേറ്റ് അവിടെ കാണുന്നുണ്ട്. അപ്പോൾ ടീച്ചർ ഈ മാസത്തെ ഹൈറ്റും വെയിറ്റും എടുത്തത് ഇവിടെ രേഖപ്പെടുത്തും. അതായത് നേരത്തെ പോയ വഴിയും ഇപ്പോൾ നമ്മൾ പോയ വഴിയും ടീച്ചർമാർ മനസ്സിലാക്കുക. ഈ 2 വഴിയിലൂടെയും ടീച്ചർക്ക് ആ കുട്ടിയുടെ ഹൈറ്റും വെയിറ്റും രേഖപ്പെടുത്താൻ കഴിയുമെന്നുള്ളതാണ്. ഇനിയൊന്ന് ശ്രദ്ധിക്കുക, നമ്മളിപ്പോൾ വേറൊരു കുട്ടിയുടെ ഹൈറ്റും വെയിറ്റും എടുത്തു, 3 ഡോട്ട് പ്രൊഫൈൽ എടുത്തു, 3 ഡോട്ട് ക്ലിക്ക് ചെയ്ത് അവിടെ ഗ്രോത്ത് മോണിറ്ററിംഗ് എന്ന് കാണുന്ന ഭാഗം ക്ലിക്ക് ചെയ്തു. അങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ നോക്കുക, പ്രീവിയസ് റീഡിംഗ് എന്ന് കാണുന്നുണ്ട്. അതും 30 ജൂലൈ, അതായത് മാറി. അതായത് ഈ മാസം ടീച്ചർ രേഖപ്പെടുത്തി 30-ാം തീയതി ടീച്ചർ ആ കുട്ടിയുടെ ഹൈറ്റും വെയിറ്റും രേഖപ്പെടുത്തിയതാണ് അവിടെ കാണുന്നത്. അപ്പോൾ പ്രീവിയസ് റീഡിംഗ് എന്ന് പറയുന്നത് ടീച്ചർ എപ്പോഴാണോ ലാസ്റ്റ് ആ കുട്ടിയുടെ ഹൈറ്റും വെയിറ്റും രേഖപ്പെടുത്തിയത് ആ ദിവസവും ആ മാസവും അവിടെ കാണുന്നത്. പിന്നീട് നോക്കുക, ഇവിടെ ഇത്തരത്തിലൊരു റെസ്ട്രിക്റ്റഡ് ഏരിയ വന്നു. അതായത് ബെനിഫിഷ്യറി ഗ്രോത്ത് മോണിറ്ററിംഗ് ഈസ് കംപ്ലീറ്റഡ് ഫോർ ദ മന്ത്. അതായത് ഒരു മാസത്തിൽ ഒരു തവണ മാത്രമേ ഒരു കുട്ടിയുടെ ഹൈറ്റും വെയിറ്റും നമുക്ക് പോഷൻ ട്രാക്കറിൽ രേഖപ്പെടുത്താൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ്. മനസ്സിലാക്കുക, ഒരു കുട്ടിയുടെ ഹൈറ്റും വെയിറ്റും ഒരു മാസത്തിൽ ഒരിക്കൽ മാത്രം. അല്ലാതെ ഇന്ന് നമ്മൾ തെറ്റിയടിച്ചാൽ നാളത്തെ ദിവസം അത് തിരുത്താലോ എന്നുള്ള തോന്നൽ ടീച്ചേഴ്സിന് ഉണ്ടാവരുത്. അങ്ങനെ തിരുത്താനുള്ള സംവിധാനമില്ല. അപ്പോൾ തെറ്റുകൂടാതെ എൻ്റർ ചെയ്യുമ്പോൾ വീണ്ടും കൺഫർമേഷൻ മെസ്സേജ് ചോദിക്കുമ്പോൾ അത് കൃത്യമാണ് എന്ന് ടീച്ചർക്ക് ബോധ്യപ്പെട്ടാൽ മാത്രം സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് വേണം ആ ഗ്രോത്ത് മോണിറ്ററിംഗ് സേവ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ രീതിയിലാണ് ഒരു ഗ്രോത്ത് മോണിറ്ററിംഗ് കൃത്യമായി ടീച്ചർമാർ രേഖപ്പെടുത്തേണ്ടത്. പിന്നീട് ഒരു കാര്യത്തിൽ പറയാനുള്ളത്, നമ്മുടെ പെർഫോമൻസ് ബേസ്ഡ് ഇൻസെൻറ്റീവ് ലിസ്റ്റിൽ നമ്മളുടെ പേര് വരണമെന്നുണ്ടെങ്കിൽ, അർഹത ലിസ്റ്റിൽ പേര് വരണമെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും 2 കാര്യങ്ങളിൽ ഒന്നാണ് നമ്മളെ ഗ്രോത്ത് മോണിറ്ററിംഗ് എന്ന് പറയുന്നത്. നിർബന്ധമായിട്ടും 80% ഗ്രോത്ത് മോണിറ്ററിംഗ് തനത് മാസത്തിൽ പൂർത്തിയാക്കണമെന്നുള്ളതാണ്. അത്തരത്തിൽ പൂർത്തിയാക്കിയവർക്ക് മാത്രമാണ് ഇൻസെൻറ്റീവ് പട്ടികയിൽ പേര് വരികയുള്ളൂ എന്നുള്ളത് കൂടെ ഇതിലുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് കൃത്യമായി തെറ്റുകൾ കൂടാതെ, അല്ലെങ്കിൽ ആ കുട്ടിയുടെ വളർച്ചാ നിരീക്ഷണം എന്ന് പറയുന്നത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള അങ്കണവാടി പ്രവർത്തനത്തിലെ തന്നെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു ജോലിയാണ്. ആ കുട്ടിയുടെ ഓരോ കുട്ടികളുടെയും വളർച്ച അതിലെ നിരീക്ഷണം നടത്തി അവർ ഓരോ പുരോഗതികളും നമ്മൾ എൻ്റർ ചെയ്ത് വിടുമ്പോൾ നമ്മൾ ഈ കുട്ടികളുടെ വളർച്ചയും അവരുടെ വികാസവും നമ്മൾ ഡെയിലി മോണിറ്റർ ചെയ്യുന്നുണ്ട്, കൃത്യമാണ് എന്നുള്ള ഒരു കൺസെൻറ്റോടുകൂടി നമ്മൾ അയക്കുന്ന ഡാറ്റകളാണ് ഇതൊക്കെ സർക്കാർ സംവിധാനത്തിലെത്തി അതിൽ പോഷകാഹാരക്കുറവുള്ള കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് കണ്ടെത്തി അവർക്ക് വേണ്ട പോഷകാഹാരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രൊജക്റ്റുകൾ തയ്യാറാക്കി ആ കുട്ടികളെ നല്ല രീതിയിൽ വളർച്ച വരുന്നതിന് വേണ്ടിയിട്ട്
അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതെല്ലാം നമ്മൾ നൽകുന്ന ഡാറ്റയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഒരിക്കലും തെറ്റുകൂടാതെ വിളിച്ചെടുക്കുന്ന ഡാറ്റയല്ല, കൃത്യമായിട്ടുള്ള ഡാറ്റ അറിഞ്ഞുകൊണ്ട് ഹൈറ്റും വെയിറ്റൊക്കെ രേഖപ്പെടുത്തി വിടുക. ഇതിൽ വേറൊരു കാര്യം പറയാനുള്ളത്, ഇത്തരത്തിൽ തെറ്റ് വന്നു എന്ന് തന്നെ കരുതുക. ടീച്ചർ ഹൈറ്റ് അടിക്കുന്നതിലോ വെയിറ്റ് അടിക്കുന്നതിലോ തെറ്റ് വന്നു എന്നുള്ള കരുതുക. അത് നമുക്ക് ഉദാഹരണം ഇവിടെ നോക്കുക. നമ്മൾക്കിപ്പോൾ ബെനിഫിഷ്യറി ലിസ്റ്റിൽ ഒന്ന് കൂടെ പോകുന്നുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ആദ്യം പോയ ഭാഗം ഡാഷ്ബോർഡ് നമ്മൾ എടുക്കുക. ഡാഷ്ബോർഡ് ഒന്ന് ക്ലിക്ക് ചെയ്യുന്ന സമയം നമ്മളിവിടെ ഗ്രോത്ത് മോണിറ്ററിങ് നേരത്തെ പോയ പോലെ തന്നെ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. അങ്ങനെ ക്ലിക്ക് ചെയ്ത് പെൻഡിങ് ഉള്ള ഭാഗം എടുത്തു. ഇവിടെ ടീച്ചർ ഓൾറെഡി ഹൈറ്റും വെയിറ്റും എടുത്തു. കഴിഞ്ഞ ജൂൺ മാസത്തിലെ ഈ മാസത്തെ അടിക്കണം. ടീച്ചർ കഴിഞ്ഞ മാസം 65, ടീച്ചർ അറിയാതെ 64 എന്ന് കൊടുത്തു. വെയിറ്റ് നോക്കുക, അവിടെ 8 എന്ന് കൊടുത്തു. അതായത് ഒരു തവണ നമ്മൾ ഹൈറ്റ് കുറച്ച് കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്നുള്ളതാണ്. കൂടിയ ഹൈറ്റ് ഒരിക്കലും തിരുത്താനുള്ള ഓപ്ഷൻ നമ്മളെ പോർഷൻ ട്രാക്കറിലില്ല. അതിൻ്റെ ഉദാഹരണമാണ് കാണിക്കുന്നത്. ഹൈറ്റ് ടീച്ചർ ഇവിടെ 64 കൊടുത്തു ഈ മാസം. കഴിഞ്ഞ മാസം ആ കുട്ടിക്ക് 65 ഹൈറ്റ് ഉണ്ടായിരുന്നു, ഇപ്പോൾ 64 കൊടുത്തു. എന്നിട്ട് ടീച്ചർ എന്ത് ചെയ്തു? പ്രൊസീഡ് എന്ന് കൊടുത്തു. അപ്പോൾ അവിടെ കൺഫർമേഷൻ മെസ്സേജ് വന്നു. അപ്പോൾ സബ്മിറ്റ് കൊടുത്തു. അവിടെ എറർ മെസ്സേജ് കണ്ടു. ഹലോ, ഹൈറ്റ് എൻറ്റേർഡ് കനോട്ട് ബി ലെസ് ദാൻ പ്രീവിയസ് മന്ത്. അതായത് ഇപ്പോൾ എൻ്റർ ചെയ്യുന്ന ഹൈറ്റ് ഒരിക്കലും കഴിഞ്ഞ മാസത്തേക്കാളും കുറയാൻ പാടുള്ളതല്ല എന്ന് നമ്മൾക്കൊരു മെസ്സേജ് അവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഇത്തരത്തിൽ എന്തെങ്കിലും തെറ്റുകൾ അറിയാതെ ടീച്ചർമാർ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് തിരുത്താനുള്ള ഒരേ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മളെ സൂപ്പർവൈസർ വഴി മാത്രമേ ഉള്ളൂ. അപ്പോൾ അവരിലൂടെ നിങ്ങൾ വിവരങ്ങൾ അറിയിക്കുക. അങ്ങനെ അറിയിച്ച് കുട്ടിയുടെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ സൂപ്പർവൈസർ ചെക്ക് ചെയ്തിട്ട് അവിടെ സപ്പോർട്ടീവ് സൂപ്പർവിഷൻ ആപ്പ് വഴി അത് തിരുത്തി തരാനുള്ള സംവിധാനമുണ്ട്. അപ്പോൾ അതിലൊരു അപേക്ഷ നിങ്ങൾ സൂപ്പർവൈസർക്ക് കൊടുത്ത് ഇന്ന കാരണങ്ങൾ കൊണ്ടാണ് തെറ്റ് പറ്റിയത് എന്നുള്ള ഒരു അപേക്ഷ കൊടുത്തതിന് ശേഷം സൂപ്പർവൈസർ സപ്പോർട്ടീവ് സൂപ്പർവിഷൻ ആപ്പ് വഴി അത് തിരുത്തി തരുന്നതായിരിക്കും. താങ്ക്